പ്രൈസറോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു പ്രഭാത ഗാനവുമായി ദൈവം മുൻപാകെ താണിരിക്കുവാനും തിരുവചനങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിച്ച ചില വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ചില ഈരടികൾ എഴുതുവാനും ഇന്ന് ഈ സമയം ഞങ്ങൾക്കത് പാടുവാനും അത് ദൈവജനത്തിൻ്റെ മുൻപിൽ എത്തിക്കുവാനും ദൈവം ഈ ഭൂപ്പരപ്പിൽ അവസരം ഒരുക്കിയതോർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ ഈ വീഡിയോയിൽ കൂടെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിച്ചുകൊണ്ട് ഒരു വാക്യം വായിച്ച് ഗാനത്തിലേക്ക് പാടുവാൻ താല്പര്യപ്പെടുകയാണ്. അതിനായി ആവർത്തന പുസ്തകം 31 അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യം വായിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. വായിക്കാം. ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാഠമാക്കി കൊടുക്കുക. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ തിന്ന് തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കുകയും എൻ്റെ നിയമം ലംഘിച്ച് എന്നെ കോപിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്ന് മറന്നു പോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷ്യം പറയും. ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുൻപേ ഇന്ന് തന്നെ അവർക്കുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു. ആകയാൽ മോശ അന്ന് തന്നെ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു. തിരുവെഴുത്തുകളെ ഉടനീളം പഠിക്കുമ്പോൾ ദൈവം മോശയോട് ഈ പാട്ട് എഴുതുവാൻ പറയുകയാണ്. എന്താണ് പാട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 5:12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ചുരുക്കി പറയാം, 120 പേരടങ്ങുന്ന സംഘം അവർ ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുക. എന്തിലാണ് തുടങ്ങുന്നത്? അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടി ആരംഭിക്കുന്ന ഗാനം. ഇതാണ് തുടക്കം. എൻ്റെ ആത്മീയ ചിന്തയിൽ തുടക്കമെന്ന് പറയുന്നത് ദൈവത്തെ പാടി സ്തുതിക്കുക എന്നുള്ളതാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പാട്ട് എന്ന് പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായമാണ്. മോശയും ഇസ്രായേൽ മക്കളും ചേർന്ന് 1-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ അവർ പാടുന്നു. 20 മുതൽ 20 പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 20-21 വാക്യം വായിക്കുമ്പോൾ മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്ത് സ്ത്രീകളുമായി ഒരുമിച്ച് അവർ തപ്പെടുത്ത് നൃത്തം ചെയ്യുമ്പോൾ 21-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയ്ക്ക് പാട്ടുപാടുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗം തുടങ്ങുന്നു. ഇതിനോട് ചേർന്ന് പുറപ്പാട് പുസ്തകം ആവർത്തന പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 18 വരെ വായിക്കുമ്പോൾ മോശയുടെ അന്ത്യവാക്കുകളാണ്, അവസാന വാക്കുകളാണ്. എങ്കിലും 19, 20, 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശയോട് ദൈവം ഈ പാട്ടെഴുതി ജനത്തെ പഠിപ്പിക്കുക എന്ന് പറയുകയാണ്, വായ്പാഠമാക്കി പഠിപ്പിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ
22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞ അന്ന് തന്നെ പാട്ട് എഴുതി എന്ന് കാണുകയും, അപ്പോൾ ആവർത്തനം 32-ലേക്ക് വരുമ്പോൾ അവിടെയും മോശയുടെ പാട്ട് തന്നെയാണ് കാണുന്നത്. ആവർത്തനം 32-ലേക്ക് വരുമ്പോൾ അവിടെയും മോശയുടെ പാട്ടുകളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് പാട്ട്? ഞങ്ങളുടെ പാട്ടൊന്നും ആർക്കും ഇഷ്ടപ്പെടുത്തൊന്നുമില്ല, പ്രത്യേകിച്ച് എൻ്റെ പാട്ട്. എങ്കിലും ഒരു കാര്യം പറയാം, എന്താ ഈ പാട്ട്? ദൈവവചനമാണ് പാടാൻ പറഞ്ഞിരിക്കുന്നത്. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതാണ് പാട്ടെന്ന് പറയുന്നത്. തിരുവെഴുത്തുകളെ ഉടനീളം പഠിക്കുമ്പോൾ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 25-ാം അധ്യായം 9, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം 33-ാം വാക്യം, ഇതൊക്കെ പഠിക്കുമ്പോൾ പാട്ടുകളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നിരന്തരമായിട്ട് പാട്ടുകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഈ ഗാനം ആലപിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാടുന്നത് ദെബോരയാണ്. മോശ പാടി, ഇസ്രായേൽ ജനം പാടി, മിരിയാം പാടി, സ്ത്രീകൾ പാടി. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ദെബോരയുടെ പാട്ട് കാണുകയാണ്. ദെബോരയും ബാരാക്കും കൂടി പാടിയ പാട്ടുകൾ അവിടെ എഴുതിയിരിക്കുക. അടുത്ത് നമ്മൾ തിരുവെഴുത്തുകളെ പഠിച്ചു വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലും 15-ന്റെ 3, 4, 5 വാക്യം വായിക്കുമ്പോൾ, ഇതൊന്നും വായിപ്പിക്കാനൊക്കെ സമയം, ആർക്ക് കേൾക്കാനും സമയമില്ല, അതുകൊണ്ട് വായിപ്പിക്കാതെ ഞാനങ്ങ് പറഞ്ഞു പോവുക. എൻ്റെ ഭാര്യ പാടാനായിട്ട് റെഡിയായിരിക്കുക. അപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം അവിടെ മോശയുടെ പാട്ടും അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമാണ്. മോശയുടെ പാട്ടും അവിടെ പാടുന്നുണ്ട്, ദൈവകുഞ്ഞാടിൻ്റെ പാട്ടും പാടുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 15, 3, 4, 5 വാക്യം. ഈ പാട്ട് എന്താണ്? മോശയുടെ പാട്ട് ഈ പറഞ്ഞ പാട്ടുകളൊക്കെ തന്നെയാണ്. ദൈവം നടത്തിയ, ദൈവം മിസ്രൈം തുടങ്ങി കനാൻ ദേശം വരെ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞെങ്കിൽ അടുത്ത ദൗത്യം 33-ൽ ഇസ്രായേൽ ജനത്തെ, 32-ൽ ഒക്കെ യോശുവയെ ഏൽപ്പിക്കുന്ന ദൗത്യം, 33-ൽ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ച് 34-ൽ താൻ പോവുകയാണ്. 31-ന്റെ 14-ൽ ദൈവം പറയുക, മോശേ നിൻ്റെ മരണകാലം അടുത്തിരിക്കുകയാണ് എന്ന് പറയുക, നിൻ്റെ മരണം അടുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ചെയ്യേണ്ട ദൗത്യങ്ങളെല്ലാം ചെയ്തിട്ട് ദൈവം നേരത്തെ അറിയിക്കുക. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ തന്നോട് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് താൻ മരിച്ചു. യൂദായുടെ ലേഖനം 9-ാം വാക്യം പഠിക്കുമ്പോൾ മിഖായേൽ ദൂതൻ അടക്കി. അവിടെ ദൈവം അടക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം അടക്കാനൊന്നും വന്നില്ല, മിഖായേൽ ദൂതൻ അടക്കാൻ വന്നു, അടക്കി. തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി പോയി. മോളിൽ ചെന്നിരുന്ന് പാട്ട് പാടുന്നതായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൻ്റെ ഏകാന്തതയിൽ നിന്നുകൊണ്ട് കാണുകയാണ്. മോശ പാട്ട് പാടുന്നു. 15-ാം അധ്യായം 3, 4, 5 വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന 2 പദമാണ്, മോശയുടെ പാട്ടും അടുത്തെഴുതിയിരിക്കുന്ന കുഞ്ഞാടിൻ്റെ, ദൈവകുഞ്ഞാടിൻ്റെ പാട്ടും. എന്താ ദൈവകുഞ്ഞാടിനെ കുറിച്ച് പാടാൻ? എൻ്റെ അഭിപ്രായത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാം. പുറപ്പാട് 12-ാം അധ്യായത്തിലുണ്ട്, ജനത്തിൻ്റെ പുറപ്പാടിന് വേണ്ടി ഒരു പെസഹ കുഞ്ഞാടിനെ അറുത്തു. വെളിപ്പാട് 5:4, വെളിപ്പാട് 13:8. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശ പാടിയ പാട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ദൈവകുഞ്ഞാടേ നിനക്ക് മഹത്വം, നീ അറക്കപ്പെട്ടു. ഇതാണ് പാട്ട്. ദൈവകുഞ്ഞാടേ നിനക്ക് മഹത്വം,
അപ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ആ പാട്ട്. അതാ യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്നുള്ള ഗാനത്തോടുകൂടെ അവർ പാട്ടാരംഭിച്ചു. പിന്നെ ഇങ്ങോട്ടങ്ങ് പാട്ടുകളുടെ ബഹളമാണ്. ഇന്നും പാട്ട് പാടിക്കൊണ്ടിരിക്കുക, പാട്ടുകളുടെ ബഹളമാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാനാരെയും കുറ്റം പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പ്രഭാത പ്രാർത്ഥനകളൊന്നുമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. വെളുപ്പിനെ 4 മണിയൊക്കെ ആകുമ്പോൾ 3 മണിയൊക്കെ ആകുമ്പോൾ മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിടുന്നു എന്നുള്ള പാട്ടുകളൊക്കെ പാടി എല്ലാവരും കൂടെ വളർന്നിരുന്നൊക്കെ മണ്ണെണ്ണ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, പാടുമായിരുന്നു. ഇന്നാ പാട്ടൊന്നുമില്ല. ഇന്ന് അലാറം വെച്ച് കിടന്നുറങ്ങും, അലാറം അടിക്കും, ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങും. അതാണ് ഇന്നത്തെ മനുഷ്യരുടെ സ്വഭാവം. എന്ത് തന്നെയായാലും ഒരു പ്രഭാത പാട്ടിനോട് ചേർന്ന് ഞങ്ങൾ ഗാനം പാടി കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം കരയേറ്റുവാൻ അതോടൊപ്പം ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി മഹത്വം അർപ്പിച്ചുകൊണ്ട് സർവകൃപാലുവായ ദൈവത്തിൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഗാനത്തെ ഈരടികളെ ആലപിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം. അരുണോദയ മടുത്തു നീയും എഴുന്നേൽക്കുമൽ സോദരാ, അരുണോദയ മടുത്തു നീയും എഴുന്നേൽക്കുമൽ സോദരാ, ഉണർന്നു നീയും ദൈവത്തെ സ്തുതിച്ചിറങ്ങോ നിന്റെ വേലയ്ക്കാ, ഉണർന്നു നീയും ദൈവത്തെ സ്തുതിച്ചിറങ്ങോ നിന്റെ വേലയ്ക്കായി. കഴിഞ്ഞ ദിനം കരത്തിലല്ലോ കിടന്നു നീയോ മുറങ്ങി, കഴിഞ്ഞ ദിനം കരത്തിലല്ലോ കിടന്നു നീയോ മുറങ്ങി, ുവാനുള്ള അനർത്ഥമൊക്കെ യോനെ സ്തുതിക്ക, വരുവാനുള്ള അനർത്ഥമൊക്കെ അകറ്റി യോനെ സ്തുതിക്ക. രാവിലെ പത്രോസും പശ്ചാത്താപിച്ചു പൊട്ടിക്കരഞ്ഞു, ഒരു രാവിലെ പത്രോസും പശ്ചാത്താപിച്ചു പൊട്ടിക്കരഞ്ഞു, പരനെ തള്ളി പറഞ്ഞ വാർത്ത ഓർത്തവനന്നു കരഞ്ഞു, പരനെ തള്ളി പറഞ്ഞ വാർത്ത ഓർത്തവനന്നു കരഞ്ഞു, പരന്റെ ഓടൽ എടുപ്പാനായി മറിയ അതിരാവിലെ, പരന്റെ ഓടൽ എടുപ്പാനായി മറിയ അതിരാവിലെ, അടുത്ത നേരം ലഭിക്കാഞ്ഞിട്ട് കരഞ്ഞങ്ങാതി ദുഃഖത്താൽ, അടുത്ത നേരം ലഭിക്കാഞ്ഞിട്ട് കരഞ്ഞങ്ങാതി ദുഃഖത്താൽ, കരച്ചിൽ കേട്ടു പുറകിൽ കൂടെ അടുത്ത പരനേശുവേ, കരച്ചിൽ
കേട്ടു പുറകിൽ കൂടി അടുത്ത പരനേശുവേ തോട്ടം കാക്കുന്ന കാവൽക്കാരനോർത്തു കൊണ്ടവൾ തേജിച്ചു തോട്ടം കാക്കുന്ന കാവൽക്കാരന് നോർത്തു കൊണ്ടവൾ തേജിച്ചു മാറിയേ എന്നു തിരു കേട്ടപ്പോൾ ഞെട്ടിപ്പോയവൾ തക്ഷണോ മാറിയേ എന്നു തിരു കേട്ടപ്പോൾ ഞെട്ടിപ്പോയവൾ തക്ഷണോ പ്രാണനാഥയെന്നോദിക്കൊണ്ടവൾ അഞ്ഞോനാഥന്റെ സന്നിധി പ്രാണനാഥയെന്നോദിക്കൊണ്ടവൾ അഞ്ഞോനാഥന്റെ സന്നിധി എന്നോ നമ്മോട് മുന്നിലായി നീല കൊണ്ടിടോ നാൾ രക്ഷക എന്നോ നമ്മോട് മുന്നിലായി നീല കൊണ്ടിടോ നാൾ രക്ഷക നന്നായവനെ അറിഞ്ഞു നീയും വാജിക്കായെൻ്റെ മനമേ നന്നായവനെ അറിഞ്ഞു നീയും വാജിക്കായെൻ്റെ മനമേ ഇന്നോ പകലിൽ ചെയ്തിടുന്ന കൃത്യമൊക്കെയും നിനക്ക് ഇന്നോ പകലിൽ ചെയ്തിടുന്ന കൃത്യമൊക്കെയും അങ്ങേക്ക് മകത്തോമായി തീർന്നിടേണമേ ജഗത്തിൽ വന്ന രക്ഷക മകത്തോമായി തീർന്നിടേണമേ ജഗത്തിൽ വന്ന രക്ഷക പാപമ്ലേച്ഛങ്ങൾ വന്നിടാതെന്നെ പാലിച്ചിടേണമേശുവേ പാപമ്ലേച്ഛങ്ങൾ വന്നിടാതെന്നെ പാലിച്ചിടേണമേശുവേ പാദതാരിണ വീണിടോന്നോനെ കൈവിടാത്തായൻ നായക പാദതാരിണ വീണിടോന്നോനെ കൈവിടാത്തായൻ നായക രാത്രിയിൽ നല്ല ഉറക്കം തന്നു പരിപാലിച്ചെന്നേശുവേ രാത്രിയിൽ നല്ല ഉറക്കം തന്നു പരിപാലിച്ചെന്നേശുവേ പ്രാർത്ഥിച്ചു ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി തിരുസന്നിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി തിരുസന്നിധി പൊന്നുനാഥന്റെ മുഖത്തെ നോക്കി ഉണരാൻ തന്ന കൃപയ്ക്കായി പൊന്നുനാഥന്റെ മുഖത്തെ നോക്കി ഉണരാൻ തന്ന കൃപയ്ക്കായി ദിവസം തോറും കാത്തു സൂക്ഷിച്ച് നടത്തി യേശുവേ
ദിവസം തോറും കാത്തു സൂക്ഷിച്ച് നടത്തേടേണമേശുവേ. അരുണോദയമടുത്തോ നീയോ എഴുന്നേൽക്കുമൽ സോദരാ. അരുണോദയമടുത്തോ നീയോ എഴുന്നേൽക്കുമൽ സോദരാ. ഉണർന്നോ നീയും ദൈവത്തെ സ്തുതി ചിറങ്ങൂ നിന്റെ വേലയ്ക്കാൻ. ഉണർന്നോ നീയും ദൈവത്തെ സ്തുതി ചിറങ്ങൂ നിന്റെ വേലയ്ക്കായി. ഉണർന്നോ നീയും ദൈവത്തെ സ്തുതി ചിറങ്ങൂ നിന്റെ വേലയ്ക്കായി. ഇരടികൾ നാവിൽ തന്ന ദൈവത്തിന്, എഴുതുവാൻ കൃപ തന്ന ദൈവത്തിന്, പാടുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്ക് ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം മോശയോട് പറഞ്ഞു, ഈ പാട്ടെഴുതി ആവർത്തന പുസ്തകം 31:19, 20, 21, 22 വാക്യങ്ങൾ എന്തുകൊണ്ടാണ് പാട്ടെഴുതി പാടാൻ പറഞ്ഞ? തലമുറ തലമുറയായി പാട്ടുകൾ പാടുവാനാണ്. അന്യദൈവത്തെ പോയി ആരാധിക്കാതിരിക്കാനാണ്. ഇതിനു വേണ്ടി മോശയോട് പാട്ടെഴുതി. അന്ന് തന്നെ മോശ പാട്ടെഴുതി. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടി നോക്കി, ദിവസങ്ങൾ പാടി. എന്നിട്ട് എന്തായാലും ഇന്ന് ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുമിച്ചിരിക്കുവാനും പാടുവാനും തന്ന കൃപയ്ക്ക് ഓർത്ത് നന്ദി പറയുന്നു. അതോടൊപ്പം സർവോപരി ഈരടികൾ നൽകിത്തന്ന കർത്താവിന് മഹത്വം കരകെട്ടിക്കൊണ്ട് സർവസമക്ഷം തൃപ്പാദത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് അടിയനെ ശ്രവിക്കുന്ന, ഞങ്ങളെ ഈ ഗാനത്തെ ശ്രവിക്കുന്ന എല്ലാ ജാതി മത സംഘടനാ വ്യത്യാസമില്ല എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഗാനം ഇവിടെ നിർത്തട്ടെ. മേ ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.